ഈയിടെ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച ഒരു വാർത്ത കണ്ടിട്ടുണ്ടാവും. മഹാരാഷ്ട്രയിലെ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് ഫാക്ടറി അടച്ചുപൂട്ടിയെന്ന്. പല പോസ്റ്റുകളിലും കമ്പനി തന്നെ അടച്ചുപൂട്ടിയെന്നുള്ള വാർത്തയും പ്രചരിച്ചിരുന്നു. ഇത് വാസ്തവമാണോ? അതിനു മുമ്പ് നമുക്ക് കുറച്ച് പിന്നോട്ട് യാത്ര ചെയ്യാം. ഒരു കാലത്ത് ബ്രിട്ടീഷ് സൈനികരും സമ്പന്നരും മാത്രം ഉപയോഗിച്ചിരുന്ന ബിസ്ക്കറ്റ് ഇന്ന് എങ്ങനെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ ഒരു അതിഥിയായി? ഈ യാത്ര തുടങ്ങുന്നത് ഏകദേശം 134 വർഷങ്ങൾക്ക് മുമ്പാണ്. ബ്രിട്ടാനിയയുടെ കഥ തുടങ്ങുന്നത് ഇന്ത്യയിൽ നിന്നല്ല. 1892 ബ്രിട്ടനിലാണ് ഈ കഥ ആരംഭിക്കുന്നത്. അന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യം ലോകം മുഴുവൻ വ്യാപിച്ചിരുന്ന കാലം. അന്ന് ബ്രിട്ടാനിയ ആൻഡ് കോ എന്ന പേരിൽ ഒരു കമ്പനി രൂപപ്പെട്ടു. അന്ന് ബിസ്ക്കറ്റ് എന്നത് ഇന്നത്തെ പോലെ ഒരു സ്നാക്കായിരുന്നില്ല. സൈനികർക്കുള്ള ഭക്ഷണവും യാത്രക്കാർക്കുള്ള റേഷനുമായിരുന്നു. അപ്പോഴാണ് ബ്രിട്ടീഷുകാർക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്. ഇന്ത്യ വളരെ വലിയ ജനസംഖ്യയും ബ്രിട്ടീഷ് ഭരണകൂടവും വിശാലമായ മാർക്കറ്റും. അവിടെ തങ്ങളുടെ ബിസിനസ് വൻ ലാഭങ്ങൾ കൊയ്യാമെന്ന് അവർ കണക്കുകൂട്ടി. 1892 തന്നെ ബ്രിട്ടാനിയ ഇന്ത്യയിലെത്തി. പക്ഷേ ആദ്യകാലത്ത് ബിസ്ക്കറ്റുകൾ ബ്രിട്ടനിൽ നിന്നും ഇറക്കുമതി ചെയ്തതായിരുന്നു. ഇന്ത്യയിൽ ഉൽപ്പാദനമില്ലായിരുന്നു. അക്കാരണത്താൽ ബിസ്ക്കറ്റിന് വലിയ വില കൂടുതലായിരുന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കും സമ്പന്നർക്കും മാത്രമായിരുന്നു ലഭ്യമായിരുന്നത്. സാധാരണ ഇന്ത്യക്കാരന് ബിസ്ക്കറ്റ് ഒരു ആഡംബരമായിരുന്നു. 1918 ബ്രിട്ടാനിയ ഇന്ത്യയിൽ തന്നെ ബിസ്ക്കറ്റ് നിർമ്മിക്കാൻ തുടങ്ങിയത്. അതോടെ വില കുറയാനും കാരണമായി. വിതരണം വേഗത്തിലാക്കുവാനും ഉൽപ്പന്നം എല്ലായിടത്തും എത്തുവാനും ഇത് സഹായിച്ചു. 1930-40 കാലഘട്ടങ്ങൾക്കിടയിലാണ് ബ്രിട്ടാനിയ പതിയെ മിഡിൽ ക്ലാസ് വീടുകളിലേക്ക് കടക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സൈന്യത്തിനും ബ്രിട്ടാനിയ ബിസ്ക്കറ്റുകൾ നൽകിയിരുന്നു. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടാനിയ ഇന്ത്യക്കാർക്ക് പരിചിതമായ ഒരു ബ്രാൻഡായി മാറിയിരുന്നു. ആദ്യകാലത്ത് ബ്രിട്ടാനിയ ഒരു ബ്രിട്ടീഷ് കമ്പനിയായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യത്തിനു ശേഷം കാര്യങ്ങൾ മാറി. കാലക്രമേണ ഇന്ത്യൻ ബിസിനസ് ഗ്രൂപ്പുകൾ ബ്രിട്ടാനിയയിൽ പ്രവേശിച്ചു. അവസാനം പ്രധാന നിയന്ത്രണം വാഡിയ ഗ്രൂപ്പിൻ്റെ കൈകളിലെത്തി. ബ്രിട്ടീഷ് നാമമാണെങ്കിലും ഇന്ന് കമ്പനി പൂർണ്ണമായും ഇന്ത്യനാണ്. ബ്രിട്ടാനിയയുടെ ഏറ്റവും വലിയ ശക്തി ലക്ഷറി എന്നതല്ലായിരുന്നു, മാസ് റീച്ച് അഥവാ എല്ലാവർക്കും വേണ്ടത് എന്നതിലായിരുന്നു അവരുടെ ഫോക്കസ്. അതുകൊണ്ട് അവർ ധാരാളം പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് ഇറക്കി. മേരി ഗോൾഡ്, ഗുഡ് ഡേ, ലിറ്റിൽ ഹാർട്ട്സ്, ടൈഗർ. ഇതിൽ മേരി ഗോൾഡും ടൈഗറും ജനമനസ്സുകളിൽ ഇടം നേടി. ബ്രിട്ടാനിയയുടെ പരസ്യതന്ത്രങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് വിശ്വാസം, കുടുംബമൂല്യങ്ങൾ, കുട്ടികളുടെ ആരോഗ്യം എന്നതിലായിരുന്നു. ഹെൽത്തി, മിൽക്ക്, വീറ്റ്, എനർജി എന്ന സന്ദേശങ്ങൾ നിരന്തരം അവർ അവരുടെ പരസ്യങ്ങളിൽ നൽകി. ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിൽ ബ്രിട്ടാനിയ ഒരു സേഫ് ബ്രാൻഡ് എന്ന ഇമേജ് ഉണ്ടാക്കി. പക്ഷേ ആ വിശ്വാസം ഒരിക്കൽ തകർന്നു. അതായിരുന്നു 2019 പുഴു വിവാദം. 2019 ഗുഡ് ഡേ ബിസ്ക്കറ്റിൽ നിന്നും പുഴുവിനെ കണ്ടെത്തിയെന്നുള്ള വാർത്ത പുറത്തേക്ക് വന്നു. ഈ വാർത്ത ജനങ്ങളുടെ മനസ്സിൽ ഭയം വർദ്ധിപ്പിച്ചു. ഇക്കാരണത്താൽ വിൽപ്പന ഇടിയുകയും ചെയ്തു. ഈ സംഭവത്തെ തുടർന്ന് ബ്രിട്ടാനിയ പറഞ്ഞത് ഇത് നിർമ്മാണത്തിൽ വന്ന പിഴവല്ല, വാങ്ങിയതിനു ശേഷമുള്ള മലിനീകരണമാകാമെന്നതാണ്. അതിനുശേഷം ബ്രിട്ടാനിയ പാക്കേജിംഗ് ശക്തമാക്കുകയും സപ്ലൈ ചെയിൻ മെച്ചപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഈ വിവാദം കാലക്രമേണ അടങ്ങി. എന്നാൽ ഈ സംഭവം ബ്രാൻഡിനൊരു മുറിവുണ്ടാക്കി. ബ്രിട്ടാനിയ ബിസ്ക്കറ്റിന് പുറമെ ബ്രെഡ്, കേക്ക്, ഡയറി ഉൽപ്പന്നങ്ങൾ എല്ലാം നിർമ്മിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം വിജയമായില്ല. ചിലതിൽ നിന്ന് അവർ പിന്മാറുകയും ചെയ്തു. വർഷങ്ങളോളം ബ്രിട്ടാനിയ വൻ ലാഭങ്ങൾ നേടി. പക്ഷേ വെല്ലുവിളികൾ ധാരാളം ഉണ്ടായിരുന്നു. ഗോതമ്പിൻ്റെയും പഞ്ചസാരയുടെയും എണ്ണയുടെയും വിലക്കയറ്റവും ITC, പാർലെ പോലെയുള്ള കമ്പനികളുടെ മത്സരവും. പാർലെയായിരുന്നു അവരുടെ പ്രധാന എതിരാളി. ഈ മത്സരം ചില സമയങ്ങളിൽ ലാഭം കുറയാനും കാരണമായി. ലാഭം കുറഞ്ഞ ടൈമിൽ ബ്രിട്ടാനിയ വില കൂട്ടുന്നതിന് പകരം ബിസ്ക്കറ്റിൻ്റെ ഗ്രാം കുറച്ചു. അവരുടെ പ്രീമിയം ഉൽപ്പന്നങ്ങൾ അവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുവാനും തുടങ്ങി. ഇന്ന് ബ്രിട്ടാനിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസ്ക്കറ്റ് നിർമ്മാതാക്കളിലൊന്നാണ്. എല്ലായിടത്തും അവരുടെ പ്രൊഡക്റ്റിൻ്റെ സാന്നിധ്യമുണ്ട്. അവർ കോടികളുടെ വരുമാനം ഇതിലൂടെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. മാറുന്ന ഭക്ഷണശീലവും കൂടിവരുന്ന ഹെൽത്ത് കോൺഷ്യസും പിന്നെ ധാരാളം വ്യത്യസ്ത തരം ബ്രാൻഡുകളും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇപ്പോൾ പലർക്കുമുള്ള സംശയമാണ്, ബ്രിട്ടാനിയ കമ്പനി അടച്ചുപൂട്ടിയോ? മഹാരാഷ്ട്രയിലെ ബ്രിട്ടാനിയ ഫാക്ടറി അടച്ചോ? സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഇത് കണ്ടിരുന്നു. ഇത് പൂർണ്ണമായും ശരിയല്ല. ഒരു കാലത്ത് മുംബൈയിൽ അന്ധേരി ഈസ്റ്റിൽ ബ്രിട്ടാനിയയുടെ ഒരു പഴയ നിർമ്മാണ യൂണിറ്റ് ഉണ്ടായിരുന്നു.
ഇത് വളരെ പഴയ യൂണിറ്റായിരുന്നു. ഇന്നത്തെ സ്കെയിലിനോട് പൊരുത്തപ്പെടാത്തതായിരുന്നു. ഈ യൂണിറ്റ് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, അതായത് ഇത് അടച്ചുപൂട്ടിയിട്ടുണ്ട്. പക്ഷേ സമീപകാലത്തുണ്ടായ അടച്ചുപൂട്ടലല്ല, അല്ലെങ്കിൽ ബ്രിട്ടാനിയ ബിസിനസ് തകർച്ചയുടെ സൂചനയുമല്ല. ഇത് വളരെ പഴകിയ ഒരു യൂണിറ്റായിരുന്നു. ഇത് ഇപ്പോൾ പ്രവർത്തിക്കുന്നുമില്ല. അടുത്ത വാർത്ത കോടതി ഫാക്ടറി അടപ്പിച്ചു എന്ന വാർത്തയായിരുന്നു. ഇതും തെറ്റായൊരു വാർത്തയാണ്. സുപ്രീം കോടതി കേസുകളിൽ ബ്രിട്ടാനിയയുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രാക്ട് മാനുഫാക്ചർ യൂണിറ്റ് അടച്ച സംബന്ധിച്ച വിഷയമായിരുന്നു. പക്ഷേ അത് ബ്രിട്ടാനിയയുടെ സ്വന്തം ഫാക്ടറി അല്ല, ഒരു കരാർ അവസാനിപ്പിച്ചതിന് ശേഷമുള്ള നിയമ നടപടിയാണ്. കോടതി ബ്രിട്ടാനിയ ഫാക്ടറി അടപ്പിച്ചു എന്നത് പൂർണ്ണമായും തെറ്റായ വാർത്തയാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് ബ്രിട്ടാനിയ പിന്മാറുന്നില്ല, പകരം അവരുടെ ബിസിനസ് അവർ വിപുലീകരിക്കുകയാണ്. 2024-25 കാലഘട്ടത്തിൽ ബ്രിട്ടാനിയ രഞ്ജൻഗാവിൽ ഒരു പുതിയ ചീസ് ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒരു പ്രവർത്തനരഹിതമായ പഴയ യൂണിറ്റ് ബ്രിട്ടാനിയ അടച്ചു, പകരം പുതിയ ഫാക്ടറി തുറക്കുകയും ചെയ്തു. അല്ലാതെ ബ്രിട്ടാനിയ ഇന്ത്യയിൽ നിന്ന് പിന്മാറുന്നില്ല. ഇന്ന് ബ്രിട്ടാനിയ നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു ബ്രാൻഡാണ്. ഇതുപോലത്തെ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.